വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓക്കെ ആണോ? ബിക്കോസ് എനിക്കറിയാം ഇപ്പോൾ SSLC റിസൾട്ട് വന്നു, +2 റിസൾട്ട് ഇപ്പോൾ വരും, ആൻഡ് പലർക്കും പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പോൾ CBSEക്കാരുടെ കാര്യമാണെങ്കിൽ OSM കാരണമുണ്ടായ ഇഷ്യൂസും കേട്ടു. മാർക്ക് കുറഞ്ഞത് എന്തോ ഭയങ്കര വലിയൊരു തെറ്റാണ്, ലൈഫ് തന്നെ പോയി, ജീവിതം കുട്ടിച്ചോറായി എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പലർക്കും. എനിക്ക് വരുന്ന മെസ്സേജസ് ആൻഡ് കമൻസ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ലിസൺ. SSLCക്ക് ഫുൾ A+ വാങ്ങിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ എത്രത്തോളം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നോ അത്രത്തോളം നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും, ആൻഡ് എത്രത്തോളം മാർക്ക് കുറവ് വാങ്ങിക്കുന്നോ അത്രത്തോളം ലൈഫിൽ തോൽവിയായി മാറും. ഈ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക് +2 വരെ. ബട്ട് അതിനുശേഷം ഡിഗ്രി ചെയ്തു, PG ചെയ്തു, ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു, ഇപ്പോൾ UI/UX ഡിസൈനിങ് ചെയ്യുന്നുണ്ട് എലോങ് വിത്ത് മൈ കോണ്ടൻറ്റ് ക്രിയേഷൻ. ആൻഡ് ഈ ഒരു ജേർണിയിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് കേൾക്കാം. നമുക്ക് എക്സാമിന് കിട്ടുന്ന ഈ മാർക്കിൽ ഇത് ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാത്രമാണ്. വർഷങ്ങളോളമുള്ള പ്രഷറും എക്സ്പെക്റ്റേഷൻസും ഉറക്കമില്ലായ്മയും ടെൻഷനും സ്ട്രെസ്സും എല്ലാവരുടെയും പ്രതീക്ഷയുടെ ഭാരവും ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എഴുതിയ എക്സാമിനെ അവർ മെഷർ ചെയ്തു. ബട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവർ മെഷർ ചെയ്തിട്ടില്ല, നിങ്ങളുടെ കറേജ് അവർ മെഷർ ചെയ്തിട്ടില്ല, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്ന് അവർ മെഷർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നവർ മെഷർ ചെയ്തിട്ടില്ല, നിങ്ങൾ ശരിക്കും എത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നവർ മെഷർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇനിയും എന്തൊക്കെ സാധ്യമാണ്, നിങ്ങളുടെ റിയൽ ടാലൻറ്റ്, ക്യാപ്പബിലിറ്റി, ഇത് അവർ മെഷർ ചെയ്തിട്ടില്ല. മാർക്സ് മെഷർ ചെയ്യുന്നത് എപ്പോഴും പെർഫോമൻസ് ആണ്, അല്ലാതെ നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യൽ അല്ല. പെർഫോമൻസും പൊട്ടൻഷ്യലും ഇത് രണ്ടാണ്, ഡിഫറെൻ്റ് ആണ്. ബട്ട് എന്ന് കരുതി ഞാൻ പറയുന്നത് മാർക്കിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, വെറുതെയാണ് മാർക്കൊക്കെ എന്നല്ല. പഠിക്കണം, നമുക്ക് കഴിയുന്ന പോലെ പഠിക്കണം. അത് തന്നെയാണ് എൻ്റെയും ഒപ്പീനിയൻ. ഇൻഫാക്റ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുമുണ്ട്, ഇനിയും ചെയ്യും. ബിക്കോസ് മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പല ഡോർസും ഓപ്പണായി കിട്ടും, പല അവസരങ്ങളും വരും. ഹയർ സ്റ്റഡീസിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ വോണ്ട് ലൈ ടു യു ലൈക്ക് ദാറ്റ്. ബട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മാർക്ക് ഷീറ്റ് വെച്ചിട്ടല്ല. ചിന്തിക്കാനും അഡാപ്റ്റ് ആവാനും ക്രിയേറ്റ് ചെയ്യാനും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൻഡ് കാര്യങ്ങൾ ഹാർഡ് ആകുമ്പോഴും ക്വിറ്റ് ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളിലേക്ക് വെച്ചിട്ടാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ ഐ നോ യു ആർ നോട്ട് എ ക്വിറ്റർ, യു ആർ എ ഫൈറ്റർ ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യയുടെ സ്പേസ് ആൻഡ് മിസൈൽ പ്രോഗ്രാംസ് ഒക്കെ ലീഡ് ചെയ്ത APJ അബ്ദുൽ കലാം സാർ ഫൈറ്റർ പൈലറ്റ് ആവാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായ ആളാണ്. ഇനി നമ്മൾ ചുറ്റും നോക്കാം, കൺസ്ട്രക്ഷൻ വർക്ക്സ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, നമ്മളുടെ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ്, ഇവരോടൊക്കെ 10ാം ക്ലാസ്സിൽ മാർക്ക് പോയി ചോദിച്ചു നോക്ക്, പലർക്കും ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച മൊമെൻറ്റ്, തോറ്റ് പിന്മാറില്ല എന്ന് തീരുമാനിച്ച മൊമെൻറ്റ്, ആ സെയിം മൊമെൻറ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. അത് നിങ്ങളുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ ആയിരുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുണ്ട്. സോ ചോദ്യം നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളതല്ല, പകരം നിങ്ങളിനി നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു നെക്സ്റ്റ്? ചില സമയത്ത് ചെറിയ ലക്ഷ്യങ്ങളിൽ തെറ്റി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും എഴുന്നേറ്റ് ഓടുന്നവർക്ക് മാത്രം. മാർക്ക് കുറഞ്ഞു പോയതല്ല തെറ്റ്. ദൈവം നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഗിഫ്റ്റുകൾ തന്നിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതൊന്ന് തുറന്നു നോക്ക് പോലും ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. സോ ഇന്ന് തന്നെ ഒരു 10 മിനിറ്റ് ക്വയറ്റായിട്ടിരിക്കാം. ഫോണും കമ്പാരിസണും ബന്ധുക്കളുടെ കുത്തുവാക്കും എല്ലാം അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ശരിക്കും എന്താണ് എൻ്റെ കഴിവ്? എന്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം? എന്ത് പ്രോബ്ലംസാണ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് ശരിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പെർസെൻറ്റേജിലോ റാങ്കിലോ ഒന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ കഴിവ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാം ഒന്നും നമ്മളുടെ ഒരു സ്കൂളിലും ഇല്ല. സോ പരീക്ഷയും മാർക്കും അതിൻ്റെ പിന്നാലെയുള്ള ബഹളവും അതൊക്കെ ഒരു സൈഡിലൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. നിങ്ങളെ കണ്ടെത്തുക. ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് കീപ് മൂവിങ് ഫോർവേഡ് ബിക്കോസ് യുവർ സ്റ്റോറി ഈസ് far from over. This is Motive Campus and we believe in you. Join us for a new, different journey. Thanks for watching.